ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്ത് കാരണം ഇനി നമ്മുടെ നരച്ച മുടിക്ക് എത്രയുണ്ടെങ്കിൽ നമ്മുടെ കട്ടക്കറുപ്പാക്കാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും ഇതെന്താ വെളുത്തിരിക്കുന്നതെന്ന് ചിന്തിക്കേണ്ട. ഡൈ ആകുമ്പോൾ കറുത്തല്ലേ ഇരിക്കുന്നത്, വെളുത്തെന്താ ഇരിക്കുന്നതെന്ന് ചിന്തിക്കേ വേണ്ട, കാട് കയറി ചിന്തിക്കേ വേണ്ട. ഈ ഒരു സാധനം നമ്മുടെ തലയിൽ തൊട്ടാൽ മതി, തലമുടി കട്ടക്കറുപ്പാകും കേട്ടോ. 100% നാച്ചുറലായിട്ടുള്ള 100% റിസൾട്ടും കിട്ടുന്ന അടിപൊളി ഒരു ടിപ്പാണിത്. അപ്പം അതിൻ്റെ കൂടെ നല്ല കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ്, ഇവിടെ കുറച്ച് മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുക്കറിൽ മുട്ട പുഴുങ്ങിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസ് നല്ലപോലെ ലാഭിക്കാം പറ്റും. നമ്മൾ പാത്രങ്ങളിലൊക്കെ വെച്ച് വേവിക്കുമ്പോഴത്തേക്ക് കുറേ ഗ്യാസ് ചിലവാകും. കുക്കറിലൊക്കെ ആകുമ്പോൾ ഒരു ഫിസിലടിച്ചാൽ നമുക്ക് പെട്ടെന്ന് മുട്ടയൊക്കെ പൊട്ടിപ്പോകാതെ നല്ലപോലെ അതിൻ്റെ തോടൊന്നും പൊട്ടാതെ നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യും. അതിനായിട്ട് ഇപ്പം നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആ മുട്ട വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. വിനാഗിരി വെള്ളത്തിൽ വേണം കഴുകിയെടുക്കാം, എന്നാലേ അതിൻ്റെ അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകത്തുള്ളൂ കേട്ടോ. എന്നിട്ട് അത് കുക്കറിലേക്ക് ആക്കി വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത ശേഷം ഒരൊറ്റ ഫിസിലടിച്ചാൽ മതി. കണ്ടോ, മുട്ട ഒന്നും പൊട്ടിപ്പോലും പോയിട്ടില്ല, അല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ്. ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ചെറിയ മത്തികൾ മേടിക്കല്ലേ. പല സ്ഥലങ്ങളിൽ പല പേരാണ് ഈ മത്തിക്ക് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പേര് നിങ്ങളുടെയൊക്കെ സ്ഥലം, വീടുകളിൽ, നാട്ടുകളിലൊക്കെ എന്തിൻ്റെയൊക്കെ പേരെന്താണെന്ന് നിങ്ങൾ പറയുന്നതിന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ഇവിടെ മത്തി എന്നാണ് പറയുന്നത്, ചിലയിടത്തെല്ലാം അങ്ങനെയാണ് പറയുന്നത്. പല പല പേരുകളുണ്ട്. അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. ഈ മത്തി നമ്മൾ വെട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ബിഗിനേഴ്സിന് വരെ വെട്ടാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ്. ഇതിൽ ചെതുമ്പൽ കളയാൻ ഭയങ്കര പാടായിരിക്കും. കത്തിയും കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൈ മുറിയൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങൾക്കൊരു കുപ്പിയുടെ അടപ്പ് മാത്രം മതി, നമുക്ക് എത്ര മത്തിയുടെ ആണെങ്കിലും ഈ ചെതുമ്പൽ കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. എന്തോരം മത്തി ഉണ്ട്, കിലോ കണക്കിന് മത്തി കൊണ്ടുവന്നാലും ചെതുമ്പലുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ടുവരെ നമുക്കിത് ചെയ്യിക്കാൻ പറ്റും. ബിഗിനേഴ്സ് പിള്ളേർക്കൊന്നും ഇപ്പം മീൻ വെട്ടാനൊന്നും അറിയത്തില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ചെതുമ്പൽ ഫുള്ള് ആ കുപ്പിയുടെ അടപ്പിൻ്റെ അകത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ ചിരട്ടയുടെ ഒരു പീസ് മാത്രം മതി. അതിൻ്റെയൊക്കെ വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിരട്ടയുടെ പീസ് ഉണ്ടെങ്കിൽ തൊലി കളയാൻ വളരെ നല്ലതാണ്. കണ്ടില്ലേ, ഒന്ന് ഇത് ജസ്റ്റ് ഇങ്ങനെ അതുകൊണ്ടൊന്ന് ഉരച്ച് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ മാംസം ഒന്നും ഇളകി പോത്തൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നല്ല വെട്ടി തിളക്കിയിട്ട് അത് മാത്രമേ ഉളുമ്പൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും കേട്ടോ. അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഉരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ അത് ഫുള്ളും ഒന്ന് ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ ആ ഒരു ഇത് കൊണ്ട് തന്നെയാണ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ മത്തിയല്ല ഇവിടെ പെട്ടെന്ന് തന്നെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ. അങ്ങനെ നമ്മുടെ മത്തി എല്ലാം ഇവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ്. നമ്മൾ അപ്പത്തിന് മാവ് അരച്ച് വെക്കുമ്പോൾ ഇതിലേക്ക് ചോറ് അരച്ച് ചേർക്കാറുണ്ട്. ചിലർ രാവിലെ തന്നെ കുതിർത്ത് അരച്ച് ചേർക്കാറുണ്ട്. ഇപ്പം നമുക്കതൊന്നും വേണ്ട കേട്ടോ. ചിലർ കപ്പി കാച്ചി ചേർക്കാറുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ ഒന്നും ബുദ്ധിമുട്ടിട്ട് കാര്യമില്ല. ഇത് നമ്മൾ പച്ചരി വേറൊരു പാത്രത്തിലേക്ക് കുതിരാൻ വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ 1 ഗ്ലാസ് പച്ചരി ആണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് റവ എടുക്കുക. റവ ഒരു പാത്രത്തിലേക്ക് ഒന്ന് കുതിർത്ത് വെക്കുക. ഇത് രണ്ട് നല്ല 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ പച്ചരി അരച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ അരമുറി തേങ്ങയും അതുപോലെ തന്നെ നമ്മുടെ റവയും കൂടെ, ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ അരച്ച് ഇതിലേക്ക് ചേർക്കുക. ഒരു 8 മണി, നമ്മളിപ്പോൾ നൈറ്റ് വെക്കുകയാണെങ്കിൽ വെളുപ്പാകും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചുട്ടെടുക്കാം. അല്ലെങ്കിൽ രാവിലെ ഇത് അരച്ച് വെക്കുന്നെങ്കിൽ വൈകുന്നേരം നമ്മൾ ചോറിന് പകരം അപ്പമൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എടുത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോപ്പ് പതുപോലെ നമ്മുടെ ഈ മാവ് പതഞ്ഞു പൊങ്ങുകയും ചെയ്യും. നമുക്ക് ഒരുപാട് കഷ്ടപ്പാടൊന്നുമില്ല. നല്ല സൂപ്പറായിട്ട് കണ്ട നല്ല പഞ്ഞി പോലത്തെ പാലപ്പവും ഇവിടെ ചുട്ടെടുക്കാൻ പറ്റും. ഇത് നമുക്ക് ദോശത്തവയിൽ ഒഴിച്ച് ചുട്ടെടുക്കാൻ പറ്റും, അല്ലാതെ തന്നെ ദോശ പോലെ ചുട്ടെടുക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് വെള്ളയപ്പച്ചട്ടിയിൽ ചുട്ടെടുക്കാനും പറ്റും. നല്ല സൂപ്പർ ടേസ്റ്റുള്ള അപ്പം ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ്. ഈ ടിപ്പ് നമ്മൾ വീടുകളിൽ ഒരുപാട് വെളുത്തുള്ളിയൊക്കെ മേടിച്ച് വെക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ഈ വെളുത്തുള്ളി മേടിച്ച് വെക്കുമ്പോൾ കുറേ കാണുന്നവർ കഴിയുമ്പോൾ ചൊങ്ങിപ്പോവും, ഉണങ്ങിയിട്ട് ചൊങ്ങിപ്പോവുകയും കേടുവരികയൊക്കെ ചെയ്യും. അപ്പോൾ ഈ വെളുത്തുള്ളി കേടാകാതിരിക്കാൻ, ചൊങ്ങിപ്പോകാതിരിക്കാനായിട്ട് ഇപ്പോൾ വെയിലൊക്കെ ആയത് കാരണം പെട്ടെന്ന് ഉണങ്ങിപ്പോകും അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നും ആകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഫ്രഷായിട്ട് നമ്മൾ മേടിക്കുന്ന പോലെ തന്നെ പച്ചയ്ക്ക് തന്നെ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. ഇതുപോലെ ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് തേയിലപ്പൊടി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കുത്തി ഒന്ന് കെട്ടിക്കെടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ഒരു വെളുത്തുള്ളി വെച്ചിരിക്കുന്ന ഏത് പാത്രമാണ് അതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ മുകളിലായിട്ട് വെളുത്തുള്ളി എടുത്ത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചള്ളാകത്തേയില്ല, നല്ല ഫ്രഷായിട്ട് തന്നെ അങ്ങനെ ഇരിക്കും. പിന്നെ വെളുത്തുള്ളി നമ്മൾ സൂക്ഷിക്കുമ്പോൾ കുടമായിട്ട് ഇങ്ങനെ വെക്കാതെ ഒന്ന് അടത്തിയിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട, വെളിയിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അടിപൊളിയാണ്. നമ്മുടെ തേയിലപ്പൊടി ഇതുപോലെ ഒന്ന് കെട്ടുക, കിഴി കെട്ടിയിട്ടാലും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളി ചള്ളായി പോകത്തില്ല, ഉണങ്ങിപ്പോകത്തില്ല, ചുങ്ങിപ്പോകത്തില്ല. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ.
ഇനി അടുത്ത ടിപ്പ്, ഇക്കാലത്തും എലിശല്യം, പല്ലിശല്യം, പാറ്റാശല്യം ഒക്കെ വളരെ കൂടുതലാണ് അല്ലേ? ഇപ്പോൾ ഒരുപാട് പെരിച്ചാഴികൾ വീടും കൃഷിസ്ഥലങ്ങളും എല്ലാം നശിപ്പിക്കും, തുരന്ന് വാരിയിടും, നമ്മുടെ വീടെല്ലാം നശിപ്പിച്ച് വെക്കാൻ ഒരു കുഞ്ഞെലി മതി. അപ്പോൾ ഇതിങ്ങളെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിലും തുരത്താനായിട്ടുള്ള അടിപൊളി ടിപ്പാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് അന്ന് വെച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിലും മതി, അല്ലെങ്കിൽ തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ആരും കളയല്. ഈ കഞ്ഞിവെള്ളം കൊണ്ട് ഒരുപാട് ടിപ്സുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. വളരെ നല്ലതാണ് നമ്മുടെ റൈസ് വാട്ടർ. അപ്പോൾ എന്തിനൊക്കെ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ എലിയെ തുരുത്താനും അതുപോലെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് ഞാൻ പാറ്റയെ തുരുത്താനായിട്ടാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. കാര്യം പാറ്റ ഭയങ്കര ശല്യമാണ്. ഒരു സാധന തുണികളെല്ലാം കരണ്ടി വെക്കും പാറ്റ, അരിപ്പ പോലെയാക്കും പാറ്റ. അതിനൊക്കെ തുരുത്താൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ്. കെമിക്കലൊന്നും മേടിച്ച് നമ്മൾ സ്പ്രേ ചെയ്തൊന്നും വെക്കേണ്ട. കുട്ടികൾ കൈ എത്തുന്നിടത്തൊന്നും ഇത് കൊണ്ട് വെക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞാൻ കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മുടെ ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഹാർപ്പിക്കിൻ്റെ കൂടെ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് സ്കിപ്പായി പോയതാണ്. ഒരു കഷ്ണം ബ്രെഡോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ പൊടിച്ചിട്ട് കൊടുക്കുക. ഞാൻ ബിസ്ക്കറ്റാണ് ഇവിടെ പൊടിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ വെച്ച് കൊടുക്കുന്നത് പാറ്റയുടെ ശല്യം വളരെ കൂടുതലാണ് കബോർഡിൻ്റെ അകത്താണ് കേട്ടോ. ഇതുപോലെ കബോർഡൊക്കെ ഉണ്ടെങ്കിൽ കബോർഡിനകത്ത് പാറ്റ ശല്യം ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് വരുന്ന സമയത്ത് ഞാൻ ചെയ്ത അടിപൊളി ടിപ്പാണ്. പാറ്റകളെല്ലാം കൂട്ടമായിട്ട് ചത്ത് പൊക്കോളം കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. അതുപോലെ എലിയാണെങ്കിൽ എല്ലാം കയറി നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് നക്കി കുടിച്ചോളും. പല്ലി, പാറ്റ, എലിയൊക്കെ വീട്ടിനുള്ളിൽ പരിസരങ്ങളിൽ കൂട്ടത്തോട് ചെടുത്ത് പോക്കോളും. നല്ല റിസൾട്ടാണ്. അതുപോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്ന സിങ്ങിൻ്റെ ഭാഗത്ത് തണുപ്പല്ലേ, അവിടെ എല്ലാം പല്ലി വരുന്നിരിക്കാനും പാറ്റ പെറ്റി വീഴുകാനും സാധ്യത കൂടുതലാണ്. അവിടെയെല്ലാം ഇത് കൊണ്ടുപോകുക. ഹാർപ്പിക്കൊക്കെ വയറ്റി ചെന്ന് കഴിയുമ്പോൾ എലിയും പല്ലിയും പാറ്റ എല്ലാം കൂട്ടത്തോട് പൊക്കോളും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അടിപൊളി ടിപ്പാണ്. അപ്പം നിങ്ങളത് ചെയ്ത് നോക്കണേ. അതുപോലെ വീടിൻ്റെ പരിസരത്ത് കൃഷി സ്ഥലങ്ങളിലൊക്കെ ഇത് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം പെരിച്ചാരികളാണെങ്കിലും ചെത്ത് പൊക്കോളും. അതുപോലെ തന്നെ വളർത്തു മൃഗങ്ങളെ എല്ലാം പിടിച്ചിട്ടതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലാവരും ചെയ്ത് വെക്കും. ഇപ്പോൾ നോയമ്പ് കാലമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചെയ്ത് വെക്കുന്നവർ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സെപ്പറേറ്റ് അരച്ച് വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി. അതൊരിക്കലും പൂത്ത് പോവുകയോ ചള്ളാവുകയോ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. പക്ഷെ ഞാനിവിടെ ചെയ്യുന്നത് രണ്ടും കൂടെ ഒന്നിച്ചാണ് അരച്ച് വെക്കുന്നത്. ഇപ്പോൾ 50 ഗ്രാം ഇഞ്ചിക്കാണെങ്കിൽ 50 ഗ്രാം വെളുത്തുള്ളി എന്ന രീതിയിൽ വേണം നമ്മൾ എടുക്കാൻ. അത് കൂടിയും കുറഞ്ഞും ഒന്നും പോകേണ്ട, കറക്റ്റ് ആയിരിക്കും. 100 ഗ്രാം ആണെങ്കിൽ 100 ഗ്രാം ഇഞ്ചി, 100 ഗ്രാം വെളുത്തുള്ളി എന്ന രീതിയിൽ എടുക്കുക. എന്നിട്ട് ഇത് തൊടിയെല്ലാം കളഞ്ഞ് ഒന്നിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ വിനാഗിരിയാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തിട്ട് നമ്മളൊരു വെള്ളമായി ഒന്നും ഇല്ലാത്തൊരു ബോട്ടിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ മാസങ്ങളോളം നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പൂത്തും പോത്തില്ല, അഴുക്കും പിടിക്കത്തില്ല. നമ്മൾ വെളുത്തുള്ളിയൊക്കെ അന്നപ്പോൾ എങ്ങനെ ഉപയോഗിക്കുന്നത്, ഫ്രഷോടുകൂടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇതേ രീതിയിൽ ഒരുപാട് നല്ല അരച്ചെടുക്കേണ്ട, ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം, ഒരു കുപ്പിയിലേക്ക് മാറ്റി വെക്കാൻ. ഇപ്പോൾ ഒരു കുപ്പിയിലാണ് മാറ്റി വെക്കുന്നത്. ഇപ്പം ഞാൻ അതെല്ലാം ഒന്ന് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം, വെളിയിലൊന്നും വെക്കണ്ട കേട്ടോ. ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പാണ് കേട്ടോ. നമുക്കിപ്പോൾ ഉണ്ടാകുന്ന അകാലനര പ്രായമായാലും പ്രായമായില്ലേലും കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പം നമ്മുടെ മുടി നരച്ച് വരുന്നുണ്ടല്ലേ. ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ കാരണമാണ് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാകും, തലമുടിയൊക്കെ നരച്ച് പോകുന്നത്. അപ്പോൾ ഈ തലമുടിയൊക്കെ നരയ്ക്കുമ്പോൾ ഡൈ അടിച്ച് മടുത്തവരുണ്ടോ എങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ. ഡൈ ഒന്നും മേടിച്ച് പണി മേടിക്കേണ്ട കാര്യമില്ല, അടിച്ച് തലയിൽ പണി മേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം, നല്ല റിസൾട്ട് കിട്ടാൻ ആഴ്ച 3 പ്രാവശ്യം ചെയ്താൽ മതി. അത്രയ്ക്ക് നല്ല റിസൾട്ട്. സിമ്പിളാണ്, നമ്മുടെ വീട്ടിലുള്ളതാണ്, വലിയ പൈസ മുടക്കോ കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഈ ഇഞ്ചിയാണ് നമ്മുടെ മുടിയെ കറുപ്പിക്കാനും അതുപോലെ മുടി വളർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ഇഞ്ചി. മുടി വേര് മുതൽ നമുക്ക് നല്ലപോലെ കറുപ്പാക്കി എടുക്കാൻ സഹായിക്കുന്നതാണ് ഇഞ്ചി. അതിൻ്റെ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട പാലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാല്, നമ്മൾ പാൽപ്പൊടി ഒന്നും മേടിച്ച് ഇതിനകത്ത് യൂസ് ചെയ്യരുത്. പാല് തന്നെയാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പാല് ആണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ആ ഒരു ഇഞ്ചി കഷ്ണത്തിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് വെള്ളമൊന്നും ചേർക്കരുത്. നല്ലപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. എന്നാലേ തലമുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാലും കൂടെ ബാക്കി വന്ന പാലൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇത് നമ്മുടെ മുടീനെ വേര് മുതൽ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. ഈ ഒരു സാധനം നമ്മൾ വീട്ടിലുണ്ടാക്കുവാണ്. വെറും ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ തന്നെ ആകെ വെറും 15 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. ഈ 15 മിനിറ്റ് വെച്ചതിന് ശേഷം സാധാ പച്ചവെള്ളത്തിൽ നമ്മൾ കഴുകിയാൽ മതി. നമ്മുടെ മുടി നല്ലപോലെ കറുക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ ആ കാട് പോലെ മുടി കിളുക്കുകയും ചെയ്യും. പിന്നെ മുടിയിലുണ്ടാകുന്ന ഫംഗസ് കാര്യങ്ങൾ ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ പൊട്ടിയ ചൊറിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകുന്നതാണ്. താരനം പേന ഇതെല്ലാം പോകുന്നതാണ് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പായിരിക്കും. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഈ തന്നെ വെളുത്തിരിക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നവരിടയ്ക്ക് വെളുത്തിരുന്നാലും നല്ല മുടി കട്ടക്കറുപ്പാക്കാൻ സഹായിക്കുന്ന അടിപൊളി ഡൈ ആണിത്. നാച്ചുറൽ ഡൈ ആണിത്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും വളരെ നല്ലതാണ്. ആദ്യമേ നമ്മൾ തലയിലേക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലമുടിയിലെ ജടയെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് ചീകിയതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ പെട്ടെന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ തരിയൊക്കെ തലമുടിയിലൊക്കെ പൊട്ടിപ്പിടിക്കും. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നല്ല റിസൾട്ടാണ്. ഇത് റെസ്റ്റ് ചെയ്യുന്നത് വെച്ചിട്ട് 15 മിനിറ്റ് ആ പാത്രത്തിൽ ഇരിക്കട്ടെ എന്നൊന്നും വെക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുക ഇത് രണ്ടും കൂടെ ഒന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം ഉടനെ തന്നെ തലയിൽ പുരട്ടുക കേട്ടോ. ഒരു കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധാ പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ എൻ്റെ കുട്ടിയുടെ തലയിലും എൻ്റെ തലയിലും ഇക്കയുടെ തലയിലും ഒക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ എടുക്കുക, മുടി വകഞ്ഞ് എടുത്തിട്ട് നരച്ച മുടി എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയെല്ലാം നല്ല കുറച്ച് കൂടുതലായിട്ട് തന്നെ പുരട്ടി കൊടുക്കുക. അതിനുശേഷം 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തലമുടി ഒന്ന് കഴുകിക്കളയുക. അങ്ങനെ നമ്മൾ ആഴ്ച 3 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുടി കെമിക്കലൊന്നും അടിക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല കട്ട കറുപ്പാക്കി കിട്ടാൻ സഹായിക്കുന്നതാണ് ഇഞ്ചി. ഇഞ്ചിയും പാലും വളരെ നല്ലതാണ്. മുടിക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇഞ്ചി മുടി വളർത്താൻ സഹായിക്കുന്നതാണ്, മുടി കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ്, മുടിക്കായം മാറാൻ സഹായിക്കുന്നതാണ്, മുടിക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ തലയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇക്കയുടെ എല്ലാവരും തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ റിസൾട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.